ഇന്നത്തെ പെട്രോളിന്റെ വില എത്രയാണ്? 104ആണോ 105ആണോ? എന്തായാലും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും പൊതുവെ ഒരു സംശയമുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ നമ്മളുടെ രാജ്യത്ത് പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. നമുക്കിന്ന് അതിന്റെ കാരണങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇപ്പം അന്താരാഷ്ട്ര വിപണിയിൽ നമ്മളുടെ രൂപയുടെ മൂല്യം കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ഡോളർ നമ്മൾ കൊടുത്ത് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോഴും പെട്രോളിന്റെ വില കൂടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമെന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഈടാക്കുന്ന ടാക്സ്. ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പെട്രോളിന്റെ വില കൂടാനുള്ള റീസൺ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പം ഇന്നത്തെ ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 1 ലിറ്ററിന് 43 രൂപയാണ്. ഈ 43 രൂപയുടെ ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് അതിന്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു അഡീഷണൽ 10 രൂപയും കൂടെ വരും. അപ്പൊ ഏകദേശം 43 പ്ലസ് 10 53 രൂപയായി. പിന്നീട് നമ്മൾ ഇതിനോടൊപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സൈസ് ഡ്യൂട്ടി ഒരു 20 രൂപയും കൂടെ ആഡ് ചെയ്യും. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വാറ്റ് ഒരു 25 രൂപയും കൂടെ വരും. പിന്നെ ഡീലേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ അത് 4 രൂപയാണ് 1 ലിറ്ററിന്. അങ്ങനെ ഇത് ഇത്രയും കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് 1 ലിറ്റർ പെട്രോളിന്റെ വില 102 രൂപയായിട്ട് മാറും. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ കേരളത്തിലാവുമ്പോഴത്തേക്ക് 2 രൂപ അധികം കൂടെ വരുന്നുണ്ട്. അത് സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്നും പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിക്കുന്നതാണ്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പെട്രോളിന്റെ വില ഫൈനൽ പ്രൈസ് 104 രൂപ പെട്രോളിന് പെർ ലിറ്ററിന് ആകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പെട്രോളിന്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് പെട്രോളിന്റെ വില എങ്ങനെ കുറയ്ക്കാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റേറ്റിന്റെ വാറ്റും നമുക്ക് നേരെ GSTയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ 104 രൂപയ്ക്ക് വാങ്ങുന്ന പെട്രോൾ നമുക്ക് 80 രൂപയ്ക്ക് ലഭിക്കും. ഓക്കെ, അപ്പം പെട്രോളിന്റെ വില വർധനവിന്റെ കാരണം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യുക. ദ എക്കണോമിക് മെന്റർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.